ആദ്യത്തെ ഇസ്ലാമിക ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു അബി ഖുഹാഫ. ക്രിസ്താബ്ദം 573 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ തൈം വംശത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. പുരുഷന്മാർക്കിടയിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യ വ്യക്തി. മുഹമ്മദ് നബിയുടെ പത്നി ആയിഷ ബീവിയുടെ പിതാവുമാണ് ഇദ്ദേഹം. ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന നാമം കഅബയുടെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ കഅബ എന്നായിരുന്നു. ഇസ്ലാം സ്വീകരണത്തോടെ അബ്ദുല്ല എന്നാക്കി മാറ്റി. വെളുത്തു മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനനം. AD 591 തൻ്റെ 18-ാം വയസ്സിൽ അദ്ദേഹം വ്യാപാരത്തിലേക്ക് തിരിയുകയും കുടുംബ വ്യാപാരമായ വസ്ത്രവ്യാപാരം തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തു. ഏകദൈവത്തെ ആരാധിക്കാൻ ഇബ്രാഹിം നബി നിർമ്മിച്ച കഅബ പിൽക്കാലത്ത് വിഗ്രഹങ്ങളുടെ കേദാരമായി മാറി. ലാത്ത, ഉസ്സ, മനാത്ത, നായില, ഉസാഫ്, ഹുബുല തുടങ്ങിയവയെല്ലാം അവിടുത്തെ പ്രധാന വിഗ്രഹങ്ങളായിരുന്നു. ഓരോ ഗോത്രക്കാർക്കും അവരുടേതായ പ്രത്യേക വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പ്രകൃതിവാദക്കാരും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മലക്കുകളെയും ജിന്നുകളെയും ആരാധിച്ചവർ വേറെയും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും വിഗ്രഹാരാധന ചെയ്യാത്ത ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സമർത്ഥിച്ചിരുന്ന ചുരുക്കം ചില വ്യക്തികളും അക്കാലത്ത് ഉണ്ടായിരുന്നത്രേ. വറഖത്ത് ബിൻ നൗഫൽ, ഖുസ് ബിൻ സായിദ, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, അബൂ ഖൈസ് ബിൻ അനസ് എന്നിവർ അതിലുൾപ്പെടുന്നു. വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചും പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചും പരമ്പരാഗതമായ ചില അറിവുകളും അവർക്കുണ്ടായിരുന്നു. അതിനാൽ വിഗ്രഹാരാധന അവർ വെറുക്കുകയും അതിൻ്റെ യുക്തിഹീനതയെ സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഏകദൈവത്തെക്കുറിച്ചും പരലോക ജീവിതത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ചും സാഹിത്യങ്ങളും കവിതകളും അവർ എഴുതിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് അബൂബക്കർ അത്തരക്കാരുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നു. സയ്യിദ് ബിൻ അംറിൻ്റെയും ഖുസ് ബിൻ സായിദയുടെയും ഉപദേശങ്ങളും കവിതകളും അബൂബക്കർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മക്കയിലെ കുബേരനും വാർത്താ പ്രമുഖനുമായിരുന്നു അദ്ദേഹം. യമൻ, സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കച്ചവടത്തിന് പോകുമായിരുന്നു അദ്ദേഹം. നബിയുടെ നിയുക്ത ഘട്ടത്തിൽ അദ്ദേഹം സിറിയയിലായിരുന്നു. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിറിയയിൽ വെച്ച് ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് നിന്ന് ചന്ദ്രൻ ഇറങ്ങി വന്നോ മക്കയുടെ മുകളിൽ അത് ഛിന്ന ഭിന്നമായി. ഓരോ കഷ്ണവും ഓരോ വീടുകളിൽ ചെന്നെത്തി അവിടം പ്രകാശം പരത്തി. പിന്നീട് ആ കഷ്ണങ്ങൾ ഒത്തുകൂടി പൂർവസ്ഥിതി പ്രാപിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ വന്നു വീണു. അതൊരു അർത്ഥഗർഭമായ സ്വപ്നമാണെന്ന് തോന്നിയ അദ്ദേഹം അവിടെയുണ്ടായിരുന്ന ഭക്തനായ ഒരു പുരോഹിതനെ സമീപിച്ച് സ്വപ്ന വിവരം അറിയിച്ചു. സ്വപ്നം കേട്ട് പ്രസന്നവദനായ പുരോഹിതൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരുടെ ആഗമനം? നാം പ്രതീക്ഷിക്കുന്ന പ്രവാചകന്റേതാണോ? പുരോഹിതൻ പറഞ്ഞു, അതെ, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കും, അത് നിമിത്തം സൗഭാഗ്യവാനായി തീരുകയും ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു. തൻ്റെ ദീർഘനാളത്തെ സിറിയാവാസത്തിന് ശേഷം മക്കയുടെ കവാടത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എതിരേൽക്കാൻ ഒരു ചെറിയ സംഘം നടന്നു വന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവർ അഭിവാദനം നടത്തി. അബൂജഹൽ ചോദിച്ചു, നിന്റെ സ്നേഹിതനെ കുറിച്ച് നീ വല്ലതും പറഞ്ഞു കേട്ടോ? അബൂബക്കർ ചോദിച്ചു, അൽ അമീനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അബൂജഹൽ പറഞ്ഞു, അതെ, ബനു ഹാഷിമിലെ ആ അനാഥനെ കുറിച്ച് തന്നെ. അവനൊരു പുതിയ വാദവുമായി ഇറങ്ങിയിരിക്കുന്നു. നീ വല്ലതും കേട്ടോ? എന്താണ് ആ വാദങ്ങൾ? അബൂജഹൽ പറഞ്ഞു, ഞാനും നമ്മുടെ ജനങ്ങളും കേട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, എന്താണ് അദ്ദേഹം പറയുന്നത്? അബൂജഹൽ പറഞ്ഞു, ആകാശത്തൊരു ദൈവമുണ്ട്, നാം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശവുമായി ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നുവെത്രേ. നമ്മുടെ പൂർവികർ ആരാധിച്ചു പോന്ന ഇലാഹുമാരെ നാം കൈവെടിയുകയും ചെയ്യണമെത്രേ. അബൂബക്കർ ചോദിച്ചു, ദൈവം അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടോ? എങ്ങനെയാണത്രേ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചത്? അബൂജഹൽ പറഞ്ഞു, ഹിറാ ഗുഹയിൽ വന്ന് ജിബ്രീൽ എന്ന മലക്കാണത്രേ അദ്ദേഹത്തോട് സംസാരിച്ചത്. അബൂബക്കറിന്റെ മുഖം പ്രസന്നമായി.
അനർഘമായി എന്തോ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തോടെ അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം അബൂജഹലിന് ഒരു വലിയ സ്ഫോടനമായാണ് അനുഭവപ്പെട്ടത്. വീട്ടിൽ മടങ്ങിയെത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി. ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വീട്ടിലിരിക്കുകയായിരുന്നു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? നബി ചോദിച്ചു, എന്താണ് അവർ പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് പങ്കുകാരില്ല എന്ന സന്ദേശവുമായി ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്നുവെന്ന്. നബി പറഞ്ഞു, അതെ. എന്നിട്ട് നിങ്ങൾ അവരോട് എന്തു പറഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്ലേഷിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. പ്രഥമ സന്ദേശമായ വചനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിക്കുകയും ചെയ്തു. ഭയഭക്തിയോട് കൂടി ശ്രദ്ധാപൂർവം അബൂബക്കർ റളിയല്ലാഹു അൻഹു വചനങ്ങൾ ശ്രവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുകൈ തന്റെ ഇരു കൈകളിലും അമർത്തി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാകുന്നു. അങ്ങനെ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലെ ഒന്നാമത്തെ പുരുഷാംഗമായി തീർന്നു. അബൂ ഖുഹാഫ എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഉസ്മാൻ ആയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. അവരുടെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽപ്പെട്ട മുറത്തുമായി ബന്ധപ്പെട്ടതാണ്. സക്കറിന്റെ പുത്രി സൽമയായിരുന്നു മാതാവ്. അവർക്ക് ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേര് കൂടി ഉണ്ടായിരുന്നു. പിതാവ് അബൂ ഖുഹാഫ ദീർഘകാലം ജീവിച്ചു. ഇസ്ലാമിനെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വെറുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. മക്ക വിജയ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെ നബിയുടെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. താടിയും തലമുടിയും വെളുത്ത് 90 തികഞ്ഞ ഒരു പടുവൃദ്ധനായിരുന്നു അന്ന് അദ്ദേഹം. നബി അദ്ദേഹത്തിന് സാക്ഷ്യവചനം ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ 14 മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 97 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു എന്നീ പ്രസിദ്ധരായ സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഒരിക്കലും കൂട്ടുപിരിയാത്ത ഒരു തുണയായിരുന്നു. സന്തോഷത്തിലും സന്താപത്തിലും ആപൽ ഘട്ടങ്ങളിലും കൂടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി, നമുക്ക് സഹായം നൽകിയ ഒരാൾക്കും നാം പ്രത്യുപകാരം നൽകാതിരുന്നിട്ടില്ല, അബൂബക്കറിനൊഴികെ. അദ്ദേഹം നൽകിയ സഹായത്തിന്റെ പ്രതിഫലം അന്ത്യനാളിൽ അള്ളാഹു തന്നെയാണ് നൽകേണ്ടത്. അബൂബക്കറിന്റെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടേതും ഉപകരിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറയുന്നുവോ അത് അപ്പടി വിശ്വസിക്കും. വീണ്ടു വിചാരമോ സംശയമോ അതിൽ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന ബഹുമതി നാമം ലഭിച്ചു. പലായനത്തിൽ നബിയുടെ കൂടെ പോവാൻ അവസരം ലഭിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്തുലമായ ഒരു സൗഭാഗ്യമായിരുന്നു. സൂറത്ത് തൗബയിൽ വചനം 40 സൂചിപ്പിച്ച വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകുന്നു. യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും ഒരുപോലെ നിന്ന് ആ മഹാൻ ഇസ്ലാമിക ചരിത്രത്തിൽ അടർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു ഏടാകുന്നു. മദീനയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് ഖുബാ മസ്ജിദ്. അതിൻ്റെ ഒന്നാമത്തെ കല്ല് നബിയുടെ കൈകൊണ്ടും രണ്ടാമത്തേത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വകയുമാണ്. ബദറിലും മുഹദിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗം നിസ്തുലമായിരുന്നു. ഉഹുദിൽ മുസ്ലിം സൈന്യം അടിപതറുകയും ശത്രുക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ സ്ഥിരചിത്തതയോട് പൊരുതിയ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണാങ്കണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നേതൃത്വം ഏൽപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ വിശ്വാസവും പക്വതയും മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഹുദൈബിയ സന്ധി വ്യവസ്ഥയെക്കുറിച്ച് സഹാബികൾക്കിടയിൽ മുറിമുറുപ്പുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോലും അതിൽ അസന്തുഷ്ടനായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു, അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് നബിക്കെതിരായി ഉമർ ഒന്നും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എപ്പോഴും സഹായിയാകുന്നു. റോമിലെ കൈസർ മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത പരന്നു.
മുസ്ലിങ്ങൾ സാമ്പത്തികമായി വളരെ വിഷമിച്ച ആ ഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി തൻ്റെ സമ്പത്തിൽ ബാക്കി വെച്ചത് അദ്ദേഹത്തെയും റസൂലിനെയും മാത്രമായിരുന്നു. ഒരു വിഷയത്തിലും അദ്ദേഹത്തെ കവച്ചു വയ്ക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. അഗാധമായ പാണ്ഡിത്യവും ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം ബാധിച്ചപ്പോൾ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ഹിജ്റ 9-ാം വർഷത്തിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ ഹജ്ജ് നിർവഹണത്തിന് നേതാവായി നിയോഗിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. നബിയുടെ വിയോഗത്തിന് ശേഷം ആദ്യ ഖലീഫയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. നബിയുടെ നിര്യാണത്തെ തുടർന്നുള്ള ആലസ്യത്തിൽ നിന്ന് മുസ്ലിം ലോകം വിമുക്തി നേടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അതിർത്തിയിലേക്ക് യാത്രയച്ചു. ഈ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തീരുമാനിച്ചതായിരുന്നു. ഉസാമത്തിൻ്റെ സൈനിക ദൗത്യം തൽക്കാലം മാറ്റിവെക്കണമെന്ന് സഹാബിമാരിൽ പലരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. ഉസാമത്തിനെ ഒരുക്കി അയക്കുകയും ഉസാമത്തും സൈന്യവും വിജയശ്രീ ലാളിതരായി തിരിച്ചു വരികയും ചെയ്തു. മുഹമ്മദിന്റെ മരണത്തോടെ ഇസ്ലാമിന്റെ ശക്തി ക്ഷയിച്ചുപോയി എന്ന മനക്കോട്ട് കെട്ടിയ ശത്രുക്കൾക്ക് അവരുടെ അഭിപ്രായം തിരുത്താനുള്ള അവസരമായിരുന്നു ഖലീഫ സൃഷ്ടിച്ചത്. ഇസ്ലാമിനെ പരിപൂർണമായി അംഗീകരിക്കാതിരുന്ന അനവധി ഗോത്രക്കാർ നബിയുടെ വിയോഗത്തോടെ അതിനെ നശിപ്പിക്കാൻ അവസരം കാത്തിരുന്നു. അസദ്, ഗത്തുഫാൻ, ബനു സുലൈം, ഉസയ്യത്ത്, ഒമേറത്ത്, ഗിഫാഫ്, കൽബ്, ഗുസാഅത്ത്, ബനു ആമിർ, ഫിസാറ, കിൻത, ബനു ഹനീഫ എന്നിങ്ങനെ നിരവധി ഗോത്രക്കാർ സകാത്ത് നിഷേധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിനെ അംഗീകരിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തവരായിരുന്നു പ്രസ്തുത ഗോത്രങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നമസ്കാരത്തെയും സകാത്തിനെയും വേർതിരിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സകാത്ത് ധനത്തിൽ നിന്നുള്ള ബാധ്യതയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നൽകിയിരുന്ന ഒരു കയർ പോലും അവർ നിഷേധിച്ചാൽ യുദ്ധം ചെയ്ത് ഞാനത് വാങ്ങുക തന്നെ ചെയ്യും. ഇസ്ലാമിക ചരിത്രത്തിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ച ഒരു സമരം തന്നെയാണ് പിന്നീട് നടന്നത്. യമാമയിലെ ബനു ഹനീഫ ഗോത്രത്തിന്റെ നായകൻ മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകത്വം വാദിക്കുകയും ഇസ്ലാമിനെതിരെ പുറപ്പെടുകയും ചെയ്തു. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അത് അടിച്ചമർത്തുകയും അവനെ വധിച്ചു കളയുകയും ചെയ്തു. തൊയ്യ്, അസദ്, ഗത്തുഫാൻ എന്നീ ഗോത്രക്കാർ അധിവസിച്ചിരുന്ന നജദിലെ ബുസാഖയിലും മദീനയുടെ മറ്റു ഭാഗങ്ങളിലും ഖൈബർ, തൈമ, ബഹ്റൈൻ, അസദ്, ഒമാൻ, സൻഅ, കിന്ദ, ഹദർമൗത്ത് എന്നിവിടങ്ങളിലും തലപൊക്കിയ കലാപം തൻ്റെ ദൃഢചിത്തതയിലും ധൈര്യവും ഉപയോഗിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടിച്ചമർത്തി ഇസ്ലാമിക അന്തരീക്ഷം ശാന്തമാക്കി തീർത്തു. ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന അനവധി സഹാബിവര്യന്മാർ പ്രസ്തുത യുദ്ധങ്ങളിൽ മരണപ്പെട്ടു. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. പ്രബലരായ സഹാബിമാരെ വിളിച്ച് കൂടിയാലോചന നടത്തി മുസ്ഹഫ് ക്രോഡീകരിച്ച് കോപ്പികൾ സൂക്ഷിച്ചു. ഷാമിലേക്കും ഇറാഖിലേക്കും മതപ്രചരണാർത്ഥം പ്രബോധന സംഘങ്ങളെ നിയോഗിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇറാഖിലേക്ക് അയച്ച സൈന്യം ഇറാഖിന്റെ വിവിധ ഭാഗങ്ങൾ പിടിച്ചടക്കി. യർമൂക്കിൽ വെച്ച് റോമൻ ചക്രവർത്തിയുമായി യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി. മുഹമ്മദിന്റെ തിരോധാനത്തോടുകൂടി ഇസ്ലാമിന്റെ വളർച്ച മുരടിച്ചു എന്ന് കരുതിയ അറബികളും അനറബികളുമായ അതിന്റെ ശത്രുക്കൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണപാഠവും മുന്നേറ്റവും കണ്ട് അന്താളിച്ചുപോയി. തന്റെ 63-ാമത്തെ വയസ്സിൽ ആ മഹാവര്യൻ വഫാത്തായി. അന്ന് യർമൂക്ക് യുദ്ധം നടക്കുകയായിരുന്നു. 2 വർഷവും 3 മാസവും 10 ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപമാണ് ഇദ്ദേഹത്തെ മറവ് ചെയ്തത്.